എസ് വേണുഗോപാൽ സ്റ്റേജിലേക്ക് കടന്നു വരാൻ ദയവേദി വഴിയുള്ളതാണ്. പ്ലീസ് टेक्निकल थोड़ा जगह है. अरे मोबाइल नीचे कर लो. टेक्निकल चोज बंदा പ്രിയങ്കരായ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ കേരളായ പ്രിയങ്കരിയായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവർ ഇവിടെ എത്തിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വേണ്ടി അത് അങ്ങേയറ്റം അവരെ സ്വാഗതം ചെയ്യാം. അവർ കാൻഡിഡേറ്റ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി will be deliver speech. I invite Priyanka ji. My sisters and brothers, thank you more than ever for all the love you have given me. എനിക്ക് നൽകുന്ന സ്നേഹത്തിന് എല്ലാറ്റിനും ഉപരിയായി എനിക്ക് നൽകുന്ന സ്നേഹത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. I arrived here this morning and all through until I have reached here this meeting. Can't hear? കേൾക്കാൻ പറ്റുന്നില്ലേ? Can't hear? बोलो यार, बोलो इनको. कोई किसी आगे जाके बोल दो. कोई रिपोर्टर तुम्हारे नहीं सबको नीचे करवा दो यार. मोबाइल ആ മൊബൈലും ആ കൊടിയില്ലേ, പച്ചക്കൊടി ലീഗിന്റെ അതല്ലേ ലീഗിന്റെ കൊടി. I was saying that throughout my way from the helipad to this meeting here, I have been greeted by people who have just shown me immense love, treated me like their daughter, like their sister, and I am deeply, deeply grateful to you. ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് വന്നത് രാവിലെ വന്നപ്പോൾ മുതൽ ഹെലിപ്പാഡിൽ നിന്ന് ഇവിടെ എത്തുന്നത് വരെ, ഈ മീറ്റിംഗിൽ എത്തുന്നത് വരെ ഓരോ സമയവും നിങ്ങൾ അപാരമായ സ്നേഹമാണ് എനിക്ക് നൽകുന്നത്. നിങ്ങൾ നിങ്ങളുടെ മകളെ പോലെ, നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെ പോലെയാണ് എന്നെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. My brother always tells me that you are his family. എന്റെ സഹോദരൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, വയനാട്ടിലെ നിങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബമാണെന്ന് അദ്ദേഹം പറയാറുണ്ട്. He doesn't say this for public, for media only. He says it at home also. അദ്ദേഹം അത് പൊതുവേദിയിൽ വന്നിട്ട് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ മാത്രമല്ല, വീട്ടിലിരിക്കുമ്പോഴും അദ്ദേഹം പറയും വയനാട്ടുകാരെന്റെ കുടുംബമാണെന്ന്. I am his sister. I know he was sad to leave you. ഞാൻ അദ്ദേഹത്തിന്റെ സിസ്റ്ററാണ്, സഹോദരിയാണ്. എനിക്കറിയാം നിങ്ങളെ വയനാട്ടിലുള്ളവരെ വിട്ടിട്ട് പോകാൻ അദ്ദേഹത്തിന് എത്ര വിഷമമുണ്ടായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം. In the last 5 years, he has made a very deep bond with you. കഴിഞ്ഞ 5 വർഷങ്ങളിൽ അദ്ദേഹം ആഴമേറിയ ഒരു ബന്ധം നിങ്ങളോട് എല്ലാവരോടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. You know, it's not easy to be my brother. It's not easy to be somebody who is attacked day in and day out by such a big machinery as the BJP's media and social media machinery. And he was attacked in the most nasty manner for at least 10 years. നിങ്ങൾക്കറിയോ, എന്റെ സഹോദരനായിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഈ രാജ്യത്തെ BJP ഭരണകൂടം അതിന്റെ സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞ 10 വർഷങ്ങളായി ഏറ്റവും മോശമായ രീതിയിൽ അവരുടെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും എല്ലാം ഉപയോഗിച്ച് എന്റെ സഹോദരനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. They spread lies about him in a way that I don't think in the entire politics of the world was done to any single leader. നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തെ പറ്റി ഈ രാജ്യത്ത് മുഴുവൻ രാഷ്ട്രീയത്തിൽ ഒരാളോടും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ അദ്ദേഹത്തെ പറ്റി അവർ നുണകൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയുണ്ടായി. Hundreds of crores money,
resources into painting a picture of him in front of public. അദ്ദേഹത്തെ പറ്റി വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രതിച്ഛായ, അദ്ദേഹത്തിന്റെ തെറ്റായ ഒരു പ്രതിരൂപം ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവർ കോടിക്കണക്കിന് 100 കോടികൾ കണക്കിന് രൂപയാണ് ബിജെപിയും അതിന്റെ സന്നാഹവും ചെലവഴിച്ചത്. And at that time, which must have been one of the most difficult times for him in his life, it is you who stood by him, people of Wayanad. ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, അദ്ദേഹം ഇങ്ങനെ ആക്രമിക്കപ്പെട്ട ഈ സമയത്ത് അദ്ദേഹത്തോടൊപ്പം നിന്നത് നിങ്ങളാണ്, വയനാട്ടിലെ ജനങ്ങളാണ് അദ്ദേഹത്തോടൊപ്പം നിന്നത്. It is you who stood for democracy in this country. ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊണ്ടത് നിങ്ങളാണ്, വയനാട്ടിലെ ജനങ്ങളാണ്. It is you who stood side by side with him to fight in his fight for the values of the Constitution. ഈ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്റെ സഹോദരൻ പോരാടിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. Each one of you, my sisters, my brothers, with your vote, gave him strength, gave him courage, and gave him the bravery to walk from one end of this nation to the other in the name of peace and brotherhood. നിങ്ങൾക്കറിയോ, വയനാട്ടിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ വോട്ടാണ്, നിങ്ങളുടെ സമാധാനമാണ്, നിങ്ങളുടെ ധൈര്യമാണ്, നിങ്ങളുടെ സ്നേഹമാണ് ഈ രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ സമാധാനത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ എന്റെ സഹോദരന് ധൈര്യവും കരുത്തും നൽകിയത്. I know you did it because you love him. എനിക്കറിയാം നിങ്ങൾ അത് ചെയ്തത് നിങ്ങൾ എന്റെ സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് എനിക്കറിയാം. But I also know you did it because you are the people of Wayanad. എനിക്കറിയാം നിങ്ങൾ അത് ചെയ്തത് എന്റെ സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ വയനാട്ടിലെ ജനങ്ങളായതുകൊണ്ട് കൂടിയാണ് നിങ്ങൾ അത് ചെയ്തത്. You have a history on this land നിങ്ങൾക്ക് ഈ ഭൂമിയിൽ, വയനാടിന്റെ ഭൂമിക്ക് ഒരു ചരിത്രമുണ്ട്. of fighting for what is right. ശരിയായത് എന്താണോ അതിനു വേണ്ടി പോരാടുന്ന ഒരു ചരിത്രം വയനാടിന്റെ ഭൂമിക്കുണ്ട്. This is the land of Parashiraja. പഴശ്ശിരാജയുടെ ഭൂമിയാണിത്. You fought the British നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. when many were afraid. ആ സമയത്ത് പലരും പേടിച്ചിരുന്ന സമയത്താണ് നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. This is the land of harmony, ഇത് ഐക്യത്തിന്റെ, ഒത്തൊരുമയുടെ, സാഹോദര്യത്തിന്റെ ഭൂമിയാണ്. where people of different religions live together peacefully. They Palam- thrive together. They work together. They progress together. പല മതങ്ങളിൽപ്പെട്ട ആളുകൾ സാഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന, ഒരുമിച്ച് വളരുന്ന, സമൃദ്ധിയോടുകൂടി വളരുന്ന, ഒരുമിച്ച് പുരോഗതി പ്രാപിക്കുന്ന ഒരു നാടാണ് വയനാട്. You are the people of Wayanad, and your thriving agricultural community feeds this nation. നിങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ വളരെ സമൃദ്ധിയോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരു കർഷക സമൂഹം, രാജ്യത്തിന് അന്നം കൊടുക്കുന്ന ഒരു കർഷക സമൂഹം വയനാട്ടിലുണ്ട്. You have been guided through the ages by the teachings of Sri Narayan Guruji and many other saints and many other people, religious gurus. ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള അനേകം മഹാന്മാരായ പുണ്യാത്മാക്കളുടെ സന്ദേശങ്ങളും പഠനങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി. Values of justice, of welfare, social justice, of love, of compassion, of equality are ingrained in you. സ്നേഹത്തിന്റെയും സാമൂഹ്യ നീതിയുടെയും തുല്യതയുടെയും അനുകമ്പയുടെയും സമത്വത്തിന്റെയും ആർദ്രതയുടെയും എല്ലാം മൂല്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇഴുകി ചേർന്ന് കിടപ്പുണ്ട്. And today, where do we stand in our country? ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ എവിടെയാണ് ഇന്ന് നിൽക്കുന്നത്? We have a BJP government at the center നമുക്ക് കേന്ദ്രത്തിൽ ഒരു BJP ഗവൺമെന്റാണ് നമ്മളെ ഭരിക്കുന്നത്. that does not respect the constitution. ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കാത്ത ഒരു BJP ഗവൺമെന്റാണ് ഇന്ന് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. It weakens the values of our constitution every single day. ഓരോ ദിവസവും ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണിത്. What are their political policies and strategies to divide people so that they can continue to rule? അവരുടെ രാഷ്ട്രീയപരമായ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്, നയങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളെ വിഭജിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അവർക്ക് തുടർന്ന് ഭരിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ വിഭജിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. To spread fear, to spread anger, to separate brother from sister, brother from brother, sister from sister, only so that they can remain powerful. ജനങ്ങളുടെ ഇടയിൽ
ഭയമുണ്ടാക്കുക, വിദ്വേഷം വളർത്തുക, സഹോദരിയിൽ നിന്ന് അകറ്റി നിർത്തുക, സഹോദരിമാരെ അകറ്റി നിർത്തുക. എന്തിനാണ്? എല്ലാം അവർക്ക് ഭരിക്കുന്നതിന് വേണ്ടി നിലനിർത്തുന്ന ഒരു ഗവൺമെന്റാണ് ഈ രാജ്യം ഭരിക്കുന്നത്. And while they carry out this policy of divisiveness, the greatest beneficiaries are a handful of their friends, of powerful businessmen, for whom all the policies are made. ഈ രാജ്യത്ത് ഇങ്ങനെ അവർ വിഭാഗീയത പടർത്തുക എന്ന നയം പിന്തുടർന്ന് മുൻപോട്ട് പോകുമ്പോൾ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അവരുടെ അതിസമ്പന്നരായ ഏതാനും എണ്ണാൻ കഴിയുന്ന കുറച്ച് വ്യവസായികളാണ്. Wherever there is something that belongs to the people, it is taken and it is handed to these 3 or 4. ഈ രാജ്യത്ത് ജനങ്ങളുടേതായ സ്വന്തമായ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതെല്ലാം എടുത്തു മാറ്റി ഈ അതിസമ്പന്നരായ ആളുകൾക്ക് കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. In state after state, lands belonging to tribal people are being handed over to big businessmen who are friends of the Prime Minister. ഓരോ സംസ്ഥാനത്തും ഈ രാജ്യത്തെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് അവകാശമുള്ള ഭൂമി എടുത്ത് പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ അതിസമ്പന്നരായ വ്യവസായികൾക്ക് നൽകുകയാണ് ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. There is no compassion for our farming community, for the farmers that give this nation food, that feed us, on which this nation is thriving and is based. ഈ രാജ്യത്തിന് അന്നം നൽകുന്ന, ഈ രാജ്യത്തിന്റെ സമൃദ്ധിക്ക് കാരണമായ കർഷക സമൂഹത്തെ ആളുകളോട് ഈ ഗവൺമെന്റിന് യാതൊരു അനുതാപവും അനുകമ്പവും ഇല്ല. You grow coffee, you grow rice, you grow areca. You've been promised again and again MSP for your crops. Have you received it? നിങ്ങൾ ഇവിടെ കാപ്പി കൃഷി നടത്തുന്നു, അതുപോലെ അടയ്ക്ക കൃഷി നടത്തുന്നു, നിങ്ങൾ നെല്ല് കൃഷി നടത്തുന്നു. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് മിനിമം താങ്ങുവില നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടോ? You struggle for a livelihood. You set up small businesses, shops like these ones, this Brothers Bakery and the Side View store in front of me, this hotel. നിങ്ങൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഇവിടെ കാണുന്ന ബ്രദേഴ്സ് ബേക്കറിയും സൈഡ് വ്യൂ സ്റ്റോറും പോലെ ചെറിയ ചെറിയ കടകൾ നിങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. You work hard, you struggle to make an honest living. What support do you get from your central government? You get GST. നിങ്ങൾ കഷ്ടപ്പെടുകയാണ്, നിങ്ങൾ ജീവിക്കാൻ വേണ്ടി, സത്യസന്ധമായി ജീവിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കഠിനാധ്വാനങ്ങൾ ചെയ്യുകയാണ്, കഷ്ടപ്പെടുകയാണ്. നിങ്ങൾക്ക് എന്ത് പിന്തുണയാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നത്? നിങ്ങൾക്ക് ചരക്ക് സേവന നികുതി കൊടുക്കേണ്ടി വരുന്നു. On every single item you have a new tax. എല്ലാ കാര്യത്തിലും ഓരോ പുതിയ വസ്തു വരുമ്പോൾ അതിലൊരു പുതിയ നികുതി ഗവൺമെന്റ് നടപ്പിലാക്കുന്നുണ്ട്. Prime Minister wakes up one morning and he says we're going to demonetize the rupee. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രധാനമന്ത്രി പറയുകയാണ് ഞാൻ നോട്ട് നിരോധനം നടപ്പിലാക്കാൻ പോവുകയാണ്. Who suffers? ആരാണ് കഷ്ടപ്പെടുന്നത്? Mr. Adani and Mr. Ambani sir. കഷ്ടപ്പെടുന്നത് അദാനി അംബാനിയാണോ? They don't suffer. അവർ Suffer. Shopkeepers suffer. Small businesses suffer. And everything, every policy of this government for the last 10 years has been done nothing but cripple you. അത് നിങ്ങൾക്കറിയാം, അദാനി അംബാനിയല്ല കഷ്ടപ്പെടുന്നത്, നിങ്ങളാണ് കഷ്ടപ്പെടുന്നത്. ഇവിടുത്തെ ചെറിയ കച്ചവടക്കാരാണ് കഷ്ടപ്പെടുന്നത്. ഇങ്ങനത്തെ ചെറിയ കട നടത്തുന്ന ആളുകളാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ ഗവൺമെന്റിന്റെ എല്ലാ നയപരിപാടികളും സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നത്, സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതുമാണ്. My sisters are all here. I know what difficulties they face because of price rise. എന്റെ സഹോദരിമാരെല്ലാവരും അവിടെയുണ്ട്. എനിക്കറിയാം വില വർധന മൂലം അവർ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് നേരിടുന്നത് എനിക്കറിയാം. And my young brothers and sisters who are educated and are looking for jobs, the highest unemployment rates in the last 10 years. ഇവിടെ നിങ്ങൾക്കറിയാം എന്റെ ചെറുപ്പക്കാരായ സഹോദരന്മാരുണ്ട്, നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്, അവർ ജോലിക്ക് വേണ്ടി നോക്കുകയാണ്. പക്ഷെ ഈ രാജ്യത്ത് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്നുള്ളത്. So you work hard, you educate your children, and what happens? They are unable to get jobs because the government is not providing jobs, is not creating any avenues for jobs. All the manufacturing processes and all, they are not increasing them, they are not strengthening them. നിങ്ങളറിയോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ കഷ്ടപ്പെടുന്നു, നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു, പക്ഷെ കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ പുതിയ തൊഴിലുണ്ടാകുന്ന അവസരങ്ങൾ, ഉൽപാദന മേഖലയിലും മറ്റും തൊഴിലുണ്ടാകാനുള്ള അവസരങ്ങൾ ഈ ഗവൺമെന്റ് ഉണ്ടാക്കുന്നില്ല. They take land away from the tribal people and hand them to their friends. They provide good housing for you. Have the tribal people all over this country not suffered enough that they do not even have good access to health and educational opportunities?
അതെന്താ അവര് ചെയ്യുന്നത്? ആദിവാസി സുഹൃത്തുക്കളിൽ നിന്ന്, ആദിവാസി സമൂഹത്തിൽ നിന്ന് ഭൂമി എടുത്തിട്ട് അവരുടെ സുഹൃത്തുക്കളായ ബിസിനസ്സുകാർക്ക് നൽകുന്നു. നമ്മുടെ നാട്ടിലെ ആദിവാസി സമൂഹത്തിന് ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസം, ഇതിനൊക്കെയുള്ള കൃത്യമായ അവകാശം, അതിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ലഭിക്കുന്നുണ്ടോ ഈ രാജ്യം മുഴുവൻ? വയനാട്ടിൽ നിങ്ങൾക്ക് ധാരാളം കഴിവുണ്ട്. നിങ്ങൾക്ക് വളരാനുള്ള ധാരാളം കഴിവ് വയനാട്ടിലുണ്ട്. You have a thriving tourism industry, but it can be strengthened even more. നിങ്ങൾക്ക് വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന, കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിനോദസഞ്ചാര വ്യവസായമുണ്ട്. പക്ഷെ അതിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കും. New opportunities for employment can be made. ഇവിടെ തൊഴിലവസരങ്ങൾ, പുതിയ തൊഴിലവസരങ്ങൾ വയനാട്ടിൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. We have been asking for a long time for better development of this town. അതുപോലെ തന്നെ നിങ്ങൾ കുറെ കാലമായി ഈ ടൗണിലെ, ഈ നഗരത്തിന്റെ മെച്ചപ്പെട്ട ഒരു വികസനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Even the Manrega workers are not getting regular work today. അത് മാത്രമല്ല, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് പോലും സ്ഥിരമായിട്ടുള്ള ജോലി ഇന്ന് കിട്ടുന്നില്ല. You have floods, you have disasters like the landslide, and politics is played with you. നിങ്ങൾക്ക് വയനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, അതുപോലെ തന്നെ ഇവിടെ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി. പക്ഷേ ഇവിടെയും രാഷ്ട്രീയം നിങ്ങൾക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. It is a great shame that the central government is not releasing funds for the disaster that happened here. വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് നൽകുന്നില്ല എന്നുള്ളത് ഏറ്റവും ലജ്ജാകരമായ ഒരു കാര്യമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But look at their pattern. Before there were floods in Wayanad, there were similar conditions of landslides and huge loss of life, huge loss of livelihood in Himachal Pradesh. എന്താണ് ചെയ്യുന്നത് നോക്കിയോ? വയനാട്ടിൽ സംഭവിച്ചതുപോലെ വയനാട്ടിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഒക്കെ ഈ പ്രകൃതി ദുരന്തം ഉണ്ടായതിനു മുമ്പായി ഇതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലും മണ്ണിടിച്ചിലും പ്രകൃതി ദുരന്തവും ഒക്കെ ഉണ്ടായി. Neither did Modi ji's government declare it a national disaster, nor did they send funds. അതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ അതിനുവേണ്ടി ഫണ്ട് നൽകാനോ മോദി ഗവൺമെന്റ് തയ്യാറായില്ല. Why? Purely political. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്? തീർത്തും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. The same thing has happened here. അതേ കാര്യം തന്നെയാണ് ഇന്ന് വയനാട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. What is the point of Modi ji coming here and meeting all the disaster victims if he cannot release the funds? ഇന്ന് വരെ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് നൽകാൻ തയ്യാറായില്ലെങ്കിൽ നരേന്ദ്രമോദി ഇവിടെ വന്ന് ഈ ദുരന്തത്തെ അതിജീവിച്ചവരെ കണ്ടതിന് എന്ത് അർത്ഥമാണുള്ളത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. You have floods quite often, and you need a systematic system, a robust mechanism for the compensation that is your due. You deserve the compensation. Nobody is doing you a favor. It is your money, it is your due. When a disaster strikes you, it is your right that you should be compensated. നിങ്ങൾക്ക് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, പ്രകൃതി ദുരിതങ്ങൾ ഉണ്ടാവുന്നു, നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളത് അർഹിക്കുന്നുണ്ട്. അത് നൽകുന്നതിലൂടെ നിങ്ങൾക്ക് ആരും ഒരു ഔദാര്യം നൽകുകയല്ല. നിങ്ങൾക്ക് ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി സക്രിയമായ ഒരു വ്യവസ്ഥ, സംവിധാനം ഇവിടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. I know one of your biggest issues here is the man-animal conflict. എനിക്കറിയാം, വയനാട്ടിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യ വന്യജീവി സംഘർഷമാണ്. And I think we should all work hard to find a good solution for it. So that even your environment is preserved, at the same time your life is very important. Human life is most important and needs to be preserved. ഞാൻ കരുതുന്നത് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അതിന് പരിഹരിക്കാനുള്ള ഒരു കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കണം. നമ്മുടെ പരിസ്ഥിതിയും പ്രകൃതിയും പ്രധാനമാണ്, പക്ഷെ അതിനെ പോലെ തന്നെ അതിലുപരി പ്രധാനപ്പെട്ടതാണ് മനുഷ്യ ജീവനും. അതുകൊണ്ട് ഇതിനു വേണ്ടി നമുക്ക് കൃത്യമായ ഒരു പരിഹാരം ഒരുമിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. So this is my first day of campaigning here in Wayanad, and I want to say that my knowledge of the issues that you have comes from my brother. He has explained to me that these are the main issues, and I am talking about them. But I want to also have my own knowledge from you. So as time progresses, I want to come to you, I want to meet you, I want to hear from you. What are the main things that you think are issues, my sister? What are the main issues that you need resolved, my brothers?
And I want to be able to find solutions for you, with you, and move together so that you can have a better future for your children and so that we can develop Wayanad together. ഞാൻ ഇന്ന് വയനാട്ടിലെ എൻ്റെ പ്രചരണത്തിന്റെ ആദ്യത്തെ ദിവസമാണ്. വയനാട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഇന്ന് എൻ്റെ അറിവെന്ന് പറയുന്നത് എൻ്റെ സഹോദരൻ എനിക്ക് പറഞ്ഞു നൽകിയതാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷെ സമയം കടന്നു പോകുമ്പോൾ, മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ഒരുമിച്ച് അതിന് പരിഹാരമുണ്ടാക്കി മുൻപോട്ട് പോകും. സഹോദരിമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, നിങ്ങൾക്ക് മനോഹരമായ ഒരു ഭാവി ഉണ്ടാക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് പരിശ്രമിച്ച് വയനാടിനെ ഏറെ മെച്ചപ്പെട്ട ഒരു സ്ഥലമായി മുൻപോട്ട് കൊണ്ടുപോകും. While I was coming here, some people stopped me and I asked them, what is your biggest concern? And they said that the biggest concern is the medical college. That while there is a board there declaring that there is a medical college, no facilities have been given. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ വഴിയിൽ 2-3 പേര് പിടിച്ചു നിർത്തിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്കണ്ഠ എന്താ, ഏറ്റവും വലിയ പ്രശ്നം എന്താ? അവർ പറഞ്ഞു മെഡിക്കൽ കോളേജ്. ഇവിടെ മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡുണ്ട്, പക്ഷെ മെഡിക്കൽ കോളേജ് ഒരു സംവിധാനവും ഇല്ല. These are the things that we need to work together towards. These are your fights, but they are my fights also today. And I would like to stand shoulder to shoulder with you and fight for your rights. Raise your voice in parliament on any platform that I can so that these issues should be resolved. ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നിങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്നത് എന്റെയും കൂടി പോരാട്ടമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ പൊഴുതും. നിങ്ങളുടെ ശബ്ദമായി നിങ്ങൾക്ക് വേണ്ടി എന്റെ ശബ്ദം ഉയർത്തും. ഏതൊക്കെ വേദികളിൽ സാധ്യമാണോ അവിടെയെല്ലാം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ എന്റെ ശബ്ദം ഉയർത്തും. You have given my brother so much love and affection. I consider it my responsibility to keep the bond between you and him strong and to strengthen it even more. എനിക്ക് എൻ്റെ സഹോദരനും നിങ്ങളുമായിട്ടുള്ള ബന്ധം അറിയാം. എനിക്ക് നിങ്ങളോട് ഉത്തരവാദിത്തം അറിയാം. അദ്ദേഹവും നിങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും ആഴത്തിൽ വരുത്തുന്നതിനുമായിട്ടുള്ള എൻ്റെ പ്രവർത്തനം ഉണ്ടായിരിക്കും. അത് നിർവഹിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നു. Today some journalists came and each one was asking me, how many votes do you think you will win by? How many votes are you expecting? I said to them, and I am saying to you, that for me, a vote you cast is not a number for my ego to become big. That, oh, I won by so many votes. It's not. For me, every vote you cast is my duty. It's a sense of responsibility. It's a symbol of what you expect from me. It's not a symbol of what I expect from you. It's a symbol of what you expect from me. And it's a symbol that you expect from me, that I discharge my duty to you. I discharge my responsibility to you first and foremost above everything. ഇന്ന് ഞാൻ വരുമ്പോൾ കുറച്ച് പത്രപ്രവർത്തകർ എന്നോട് ചോദിക്കായിരുന്നു, എത്ര വോട്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, എത്ര ലക്ഷം വോട്ടാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ അതൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന ഒരു വോട്ടും എനിക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിന്റെ പ്രതീകമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമോ അതിന്റെ പ്രതീകമാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന ഓരോ വോട്ടും. അത് എന്റെ ഈഗോ, എന്റെ ചിന്ത, ഞാനെന്ന ഭാവത്തെ വളർത്താനുള്ളതല്ല, മറിച്ച് നിങ്ങളോട് നിങ്ങളുടെ കടമ ഉത്തരവാദിത്വം ചെയ്യാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും. Your support is a symbol of your love and affection. നിങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ ഒരു പ്രതീകമാണ്. And of your trust in me. നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസത്തിന്റെ പ്രതീകമാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും. And one thing I can tell you, I am not going to let you down. ഞാൻ നിങ്ങളോട് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും. എനിക്ക് ഒരിക്കലും ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും. I'll tell you a story. When I was leaving my son in boarding school, the principal said to me that, from these families, big families, they leave their children here. They never come to see their children. So we just want to tell you that at least once in 4 months you must come and see your son. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. എൻ്റെ മകനെ ഞാൻ ബോർഡിംഗ് സ്കൂളിൽ ചേർത്തിട്ട് പോയപ്പോൾ അവർ പറയായിരുന്നു, സാധാരണ ഇങ്ങനത്തെ വലിയ കുടുംബങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ട് ബോർഡിംഗ് സ്കൂളിൽ വിടും, പക്ഷെ അവരെ കാണാനൊന്നും പിന്നെ
ആരും വരാറില്ല. നിങ്ങൾ കഷ്ടിച്ച് 4 മാസം കൂടുമ്പോഴെങ്കിലും 4 മാസത്തിലെങ്കിലും ഒരു പ്രാവശ്യം വന്ന് മകനെ കണ്ടിട്ട് പോകണമെന്ന് അവരെന്നോട് പറയാറുണ്ട്. When 4 months were over, when I went to pick up my son, the principal told me, please don't come so much. 4 മാസം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മോനെ വീട്ടിൽ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വരാൻ ചെന്നപ്പോൾ പ്രിൻസിപ്പൽ എന്താ പറഞ്ഞത്, ദയവേത് ഇത്രയും പ്രാവശ്യം ഇങ്ങോട്ട് വരരുത് എന്നാണ് എന്റെ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞത്. So just like the principal, I'm telling you, if you think I'm not going to come here often, you are going to get so fed up that you'll say, please don't come so much. ആ പ്രിൻസിപ്പലിനെ പോലെ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇനി ഇങ്ങോട്ട് കാര്യമായിട്ട് വരാനൊന്നും പോകുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. ഞാൻ പറയാൻ നിങ്ങൾക്ക് തെറ്റി. ആ പ്രിൻസിപ്പൽ പറയുന്ന പോലെ നിങ്ങൾ എന്നോട് പറയാൻ പോവാൻ ഒത്തിരി പ്രാവശ്യം വരല്ലേ, ഇത്രയും പ്രാവശ്യം വരണ്ടാണ് നിങ്ങൾ കൂടെ പറയാൻ പോവാണ്. Because just like my son is family, you are my family. കാരണം എന്റെ മോൻ എങ്ങനെയാണോ എന്റെ കുടുംബമാണ്, അതുപോലെ നിങ്ങളും എന്റെ കുടുംബമാണ്. And I'm truly, truly grateful again for your love and for your affection. Thank you for being here today. Thank you for listening. ഞാൻ സത്യസന്ധമായി പറയട്ടെ, നിങ്ങളുടെ സ്നേഹത്തിനും ഇഷ്ടത്തിനും ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നവരാണ്. നിങ്ങൾ ഇന്ന് ഇവിടെ വന്നതിന് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. Thank you.